അപ്പോൾ നമ്മുടെ മനോഹരമായ ഒരു ദിവസം ഇതാണ് ഒന്ന് ബർത്ത്ഡേ ബോയ് എത്തി. വൈകുന്നേരം തന്നെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. അപ്പോ അവൻ പറഞ്ഞു, അമ്മേ കേക്കൊന്നും വേണ്ട, എന്നെ പുറത്ത് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തരാൻ പറഞ്ഞു. എന്നാ പുറത്തിരുത്തി ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ റിയലേ നടക്കത്തുള്ളൂ, റിയലായിട്ട് നടക്കത്തില്ല. അപ്പൊ പഴയ സംഭവങ്ങളാ പിന്നെ എടുത്തിട്ട് പോവാ. അല്ല, അതുകൊണ്ട് നമ്മളൊന്ന് ഹോട്ടലിൽ പോയിട്ട് അവനെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവന്റെ പേര് പറഞ്ഞ് നമ്മളും കൂടി കഴിച്ചിട്ട് വരാൻ പോകും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്കൊപ്പം എല്ലാം പങ്കുവെച്ചു സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ ഈ ഒരു സന്തോഷവും നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുകയാണ്. ഒരുപാട് പേര് വിഷ് ചെയ്തു, എല്ലാവർക്കും നന്ദി. മോനെ ഒത്തിരി പേര് നമുക്ക് അറിയാത്തവരും അറിയുന്നവരുമായ ഒരുപാട് ആൾക്കാർ നിന്റെ ബർത്ത്ഡേക്ക് ഇന്ന് വിഷ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും പേര് അറിയുന്നതും. സാധാരണ നിന്റെ കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞ ഈ ഒരു 2 വർഷം കൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ പിറന്നാൾ, ഞങ്ങളുടെയൊക്കെ നല്ല ദിവസങ്ങൾക്കൊക്കെ ഇത്രയും വിഷസും സന്തോഷവും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരുപാട് നന്ദി എല്ലാവർക്കും. നിനക്ക് വേണ്ടേ? അപ്പോൾ എന്തായാലും ബർത്ത്ഡേക്കാരനെയും കൊണ്ട് മക്കളെയും കൊണ്ട് ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോയത് ഭക്ഷണം കഴിക്കാൻ. അവനോട് ആദ്യമേ ചോദിച്ചു എന്തുകൂടെ വാങ്ങേണ്ടത്, എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തന്നെ അവന് ഭക്ഷണം കഴിച്ചാൽ മതി. എന്നെ പോലെ തന്നെ ഭക്ഷണപ്രാന്തനാണ് അവനും. അപ്പോൾ പിന്നെ നമുക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കുമല്ലോ അവന് ഏറ്റവും സന്തോഷം. അപ്പോൾ അടുത്ത ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കുഴിമന്തി കഴിക്കാനുള്ള പ്ലാൻ ഇട്ടു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഇല്ലയോ, 10 മിനിറ്റ്. എല്ലാവർക്കും കൂടി ഇരിക്കേണ്ടേ, ഒരുമിച്ച് ഇരിക്കേണ്ടേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുഴിമന്തി എത്തി. കുഴിമന്തി എല്ലാവരും ആവേശത്തോടെ തന്നെ കഴിച്ചു. പിള്ളേർക്കും കവിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനിനെക്കാട്ടിലും എനിക്ക് ആ റൈസിനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ ചേട്ടന് പറയും, ഓ വേണ്ട, ഗൾഫിൽ ഒരുപാട് കഴിച്ചിട്ടുള്ളതാ, വേണ്ടെന്ന്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഒരുപാട് കഴിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ 1, 2, 3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇനി 2 പ്രാവശ്യം കൂടി കഴിക്കുമ്പോഴേ അതൊന്ന് വേണ്ടെന്നൊക്കെ തോന്നി വരത്തുള്ളൂ. അങ്ങനെ വളരെ മനോഹരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇത്. എല്ലാവരും നന്നായി തന്നെ ഭക്ഷണം കഴിച്ചു. കുഞ്ഞുങ്ങളും ഭയങ്കര ഹാപ്പി. അവൻ്റെ 20ാമത്തെ ബർത്ത്ഡേ, മോൻ്റെ 20ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. ആ ഒരു പ്രായത്തിലുള്ള അവൻ്റെ വിജയവും പരാജയവും ഒക്കെ ഞങ്ങൾ അടുത്തറിഞ്ഞത് തന്നെയാണ്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇങ്ങനെ തന്നെ പോട്ടെ. ഞങ്ങളുടെ ഈ ഒരു സന്തോഷങ്ങളിൽ എപ്പോഴും ഞങ്ങൾക്കൊപ്പം നിന്ന ഈ എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങൾ ഓരോരുത്തരോടും വളരെ സ്നേഹത്തോടെ തന്നെ ഞങ്ങൾ വീണ്ടും നന്ദി പറയുകയാണ്. കാരണം വെറുതെ അല്ല, പണ്ടൊക്കെ ഒരു ബർത്ത്ഡേയോ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടോ 1 2 പേര് മാത്രമായിരുന്നു ഞങ്ങളെ വിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് വിഷ് ചെയ്യുന്നു. അതിൻ്റെ സന്തോഷം എപ്പോഴും മനസ്സിലുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ബർത്ത്ഡേ ബോയ് ഹാപ്പി ആണല്ലോ.